നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 28 വെള്ളിയാഴ്ചയാണ്. ആദ്യം നിഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 27, 2024 ശേഷം ഇത് ആദ്യമായി നിഫ്റ്റി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. സെൻസെക്സിനെ സംബന്ധിച്ച് ഇൻട്രാഡേയിൽ ആദ്യമായി 86,000 എന്ന ലെവൽ ടച്ച് ചെയ്തിരിക്കുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് പുതിയ ഓൾ ടൈം ഹൈ ആയിട്ടുള്ളത് 26,310 ആണ്. ഈ കാലയളവിൽ DASന്റെ വലിയ പിന്തുണയാണ് നമുക്ക് മാർക്കറ്റിൽ ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 14 മാസത്തിനുള്ളിൽ DAS 9 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യൻ വിപണിയിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അതായത് ഡൊമസ്റ്റിക് ആഭ്യന്തര സ്ഥാപന നിക്ഷേപകർ. അതേസമയം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് $28 ബില്യൺ, അതായത് 2.4 ലക്ഷം കോടി രൂപ മൂല്യമുള്ള ഓഹരികൾ ഈ കാലയളവിൽ വിറ്റിട്ടുമുണ്ട്. വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനായി RBI നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ള ഒരു വാർത്ത 2 ദിവസം മുൻപുള്ള ഒരു പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ്. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര തന്നെയാണ് അത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്കറ്റ് ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരാൻ ഇത് കൂടുതലായിട്ട് സഹായിച്ചിട്ടുമുണ്ട്. ഏതായാലും വിപണി ഇപ്പോഴും നല്ല പോസിറ്റീവിൽ തന്നെയാണ് ഉള്ളത്. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയെയും കുറിച്ചുള്ള നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂവിൽ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. അടുത്തതായി മറ്റൊരു വാർത്തയിലേക്കാണ്. ടെക്നോളജി മേഖലയിലെ ഗവേഷണവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി 305 കോടി രൂപയുടെ ടെക്സ് റാംസ് പദ്ധതിക്ക് കേന്ദ്രം അംഗീകാരം നൽകി. ടെക്സ് റാംസ് എന്നാൽ ടെക്നോളജീസ് ഫോക്കസ്ഡ് റിസർച്ച്, അസിസ്റ്റന്റ് മോണിറ്ററിംഗ്, പ്ലാനിംഗ്, സ്റ്റാർട്ടപ്പ് തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നു. ടെക്സ്റ്റൈൽസിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റന്റ്, മോണിറ്ററിംഗ്, പ്ലാനിംഗ്, സ്റ്റാർട്ടപ്പുകൾ എന്നിവയെ പിന്തുണയ്ക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് വരുന്നത്. 2025 മുതൽ 2031 വരെയാണ് ഈ പദ്ധതി നടപ്പാക്കുക. ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റൈൽ മേഖലയിലെ ധാരാളം സ്റ്റോക്കുകൾ ഇന്ന് ഫോക്കസിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഗ്രാസിം ഇൻഡസ്ട്രീസ്, അരവിന്ദ് ലിമിറ്റഡ്, വർദ്ധമാൻ ടെക്സ്റ്റൈൽസ്, ഗാർവാർ ടെക്നോളജീസ്, സിയറാം സിൽക്ക് മിൽക്സ് തുടങ്ങിയവയാണ്. അടുത്തതായി ഇന്ന് ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള മറ്റൊരു കമ്പനി TCS ആണ്. SIPയുമായി ആഭ്യന്തര IT സ്ഥാപനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനായി TCS SIPയുമായി 5 വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചു. ക്ലൗഡ് മൈഗ്രേഷൻ, ജനറേറ്റീവ് AI സംയോജനം, SIPയുടെ സാങ്കേതിക വിദ്യ വിപുലീകരിക്കൽ എന്നിവയാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഏതായാലും ഇത് TCSുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്കാണ്. ബുധനാഴ്ച US വിപണികൾ വളരെ ശക്തമായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ US വിപണിയെ സംബന്ധിച്ച് താങ്ക്സ് ഗിവിംഗ് ഡേയോടനുബന്ധിച്ച് ഒരു ഹോളിഡേ ആയിരുന്നു. കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് US വിപണികൾ പോസിറ്റീവിൽ തന്നെയായിരുന്നു. ഒരു റേറ്റ് കട്ട് ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ് ഇപ്പോൾ US വിപണികൾ ഇത്തരത്തിൽ നല്ല രീതിയിൽ ഉയരാൻ കാരണമാവുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന US ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ്. S&P 500 0.21% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇനി യൂറോപ്യൻ വിപണികൾ ഇന്നലെ സമ്മിശ്രമായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ടോക്കിയോയിൽ നിന്നും ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നിട്ടുണ്ട്. പ്രതീക്ഷിച്ചതിലും ഉയർന്ന ഇൻഫ്ലേഷനാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.06% ഇടിവിലാണുള്ളത്. സിംഗപ്പൂർ മാർക്കറ്റ് 0.99% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 26,419 എന്ന നിലയിൽ 14 പോയിൻറ്റ്സ് ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 25 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. അടുത്തതായി ഗോൾഡ് പ്രൈസിലേക്ക്. സ്പോട്ട് ഗോൾഡ് ഇന്നലെ 0.2% ഇടിവുണ്ടാക്കി. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 93,680 രൂപയാണ്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ് കോയിൻ വീണ്ടും 90,000 എന്ന മാർക്കിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. ഇന്ന് 1% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ ഇന്നലെ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് 0.2% നേട്ടവും WTI 0.8% നേട്ടവുമാണ് ഇന്നലെ ഉണ്ടാക്കിയത്. ഇനി നമ്മുടെ ഈ വീഡിയോസ് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോകാറുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 55% ഡിസ്കൗണ്ടോട് കൂടി 1,299 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ എഡ്യൂക്കേഷണൽ വ്യൂസ് നൽകുന്ന ഒത്തിരിയേറെ സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവരെല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം അദാനി എൻ്റർപ്രൈസസ്. അദാനി ഗ്രൂപ്പ് ഫ്ലൈറ്റ് സിമുലേഷൻ പരിശീലന കേന്ദ്രത്തിലെ 72.8% ഓഹരികൾ 820 കോടി രൂപയ്ക്ക് വാങ്ങുന്നു. അടുത്ത് അശോക ബിൽഡ്കോൺ എന്ന കമ്പനിയാണ്.
NH-66 പദ്ധതി, അതായത് കേരളത്തിലെ NH-66 പദ്ധതിയിൽ 2 നിർമ്മാണ ഗട്ടറുകൾ വീണ് ഒരാൾ മരിച്ചതിനെ തുടർന്ന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കമ്പനിക്ക് അയച്ചിട്ടുണ്ട്. കുറഞ്ഞത് 1 മാസത്തേക്ക് NHAI ബിഡുകളിൽ നിന്ന് കമ്പനിയെ താൽക്കാലികമായി വിലക്കിയിരിക്കുന്നു. അടുത്തത് സൈഡസ് ലൈഫ് സയൻസ് എന്ന കമ്പനിയാണ്. പ്രമേഹ ഗുളികകൾ US FDA താൽക്കാലികമായി അംഗീകാരം നൽകിയിരിക്കുന്നു. ഈ മരുന്നുകൾക്ക് 215.8 ബില്യൺ വാർഷിക US വിൽപ്പനയുണ്ട്. അടുത്ത റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേക്കായി ഒരു വീഡിയോ നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുന്നതിന് 9.64 കോടി രൂപ വിലമതിക്കുന്ന ഒരു ചെറിയ പ്രൊജക്റ്റ് കമ്പനി നേടിയിരിക്കുന്നു. അടുത്ത ടാറ്റ ടെക്നോളജീസ് എന്ന കമ്പനിയാണ്. യൂറോപ്പിൽ ES ടെക് ഗ്രൂപ്പിൻ്റെ 75 മില്യൺ യൂറോയുടെ ഏറ്റെടുക്കൽ കമ്പനി പൂർത്തീകരിച്ചു. മറ്റൊരു കമ്പനി റെഫെക്സ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. കമ്പനിക്ക് 100 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. അടുത്ത ബജാജ് ഹെൽത്ത് കെയർ ആണ്. ശ്രീകുമാർ നായരെ പുതിയ CEO ആയി കമ്പനി നിയമിച്ചു. അടുത്ത് എംക്യൂർ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനിയാണ്. GST വകുപ്പ് കമ്പനിയിൽ പരിശോധന നടത്തി നെഗറ്റീവ് കണ്ടെത്തലുകൾ ഒന്നും തന്നെയില്ല. അടുത്ത് ബോംബെ ഡൈയിങ് എന്ന കമ്പനിയാണ്. കമ്പനി മെയിൻ്റനൻസിനായി നവംബർ 28 മുതൽ ഡിസംബർ 18 വരെ പട്ടൽ ഗംഗ പ്ലാന്റ് അടച്ചിടും എന്ന് കമ്പനി അറിയിച്ചിരിക്കുന്നു. ഇനി പുതുതായി ലിസ്റ്റ് ചെയ്തിട്ടുള്ള ലെൻസ്കാർട്ടിൻ്റെ റിസൾട്ട് ഇന്നാണ് വരുന്നത്. കമ്പനിയെ സംബന്ധിച്ച് ആ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ ആ വാർത്തയൊന്ന് ശ്രദ്ധിക്കുക. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ 1255 കോടി രൂപയ്ക്ക് ക്യാഷ് മാർക്കറ്റിൽ സെല്ല് ചെയ്തു. DIS ആവട്ടെ 3941 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തിരിക്കുന്നത്. DISൻ്റെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ശക്തമായിട്ടുള്ള ബൈയിങ് തന്നെയാണ് കഴിഞ്ഞ വർഷത്തിലുടനീളം അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. 26,215 വെറും 10 പോയിന്റ്സ് മാത്രം ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഒരു സമയത്ത് നിഫ്റ്റി 26,300 മുകളിലായിട്ട് എത്തിയെങ്കിലും കനത്ത സെല്ലിംഗ് പ്രഷറാണ് ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് ഒരു ഇടിവുണ്ടായത്. ഷോർട്ട് ടേം ട്രെൻഡ് പോസിറ്റീവായി തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് ആദ്യം 26,300 ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു ഹേർഡിൽ തന്നെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ച്. 26,300 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് 26,500 ആണ്. ഇനി ഒരു ഇമീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 26,100 മുതൽ 26,050 വരെയുള്ള ഒരു സോണുമാണ്. സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 26,000 പ്രധാനപ്പെട്ടതാണ്. നിഫ്റ്റിയിൽ ഇന്നലെ ഫോം ആയിരിക്കുന്ന ഒരു ഡോജി ക്യാൻഡിലാണ്, ഒരു റെഡ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഒരു ഇൻഡിസിഷൻ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നതും. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇപ്പോൾ ഫോം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഫാക്ടർ കൂടിയാണ്. ഇവിടെ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നല്ലൊരു അപ്പ് മൂവ് നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 25,200 എന്ന ATM സ്ട്രൈക്കിൽ 3% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കോൾ സൈഡിൽ 8% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 26,180 സ്ട്രൈക്കിൽ വെറും 2% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡ് കുറച്ചുകൂടി ദുർബലമാണ്. 16% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. 26,250 സ്ട്രൈക്കിൽ 92% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡ് 94% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് ദുർബലമായി നിൽക്കുന്നത് 26,150 ബാക്കി 2 സ്ട്രൈക്കുകൾ 26,200 250 ഏകദേശം തുല്യമായിട്ടാണ് കാണുന്നത്. അടുത്തതായി വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,300, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 26,000 ഇന്നലെ നിഫ്റ്റിയെക്കാളും കുറച്ചുകൂടി സ്ട്രെങ്ത് കാണിച്ചത് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. 59,737 209 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെയും ബാങ്ക് നിഫ്റ്റി പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. ഇന്നലത്തെ ഓൾ ടൈം ഹൈ ആയിട്ട് രേഖപ്പെടുത്തിയത് 59,867 ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ അപ്സൈഡിലെ ഈ റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനിൽ നിന്നും ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് ലഭിച്ചിട്ടുണ്ട്. തികച്ചും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുശേഷം ഈ ബ്രേക്ക് ഔട്ട് ലഭിച്ചതിന് ശേഷം ഇന്നലെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ക്യാൻഡിൽ കൂടി അതിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാനും സാധിച്ചിരിക്കുന്നു. ഒരു ഗ്രീൻ ക്യാൻഡിലുമാണ്. ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഹയർ ലോ ഹയർ ഹൈ ഫോർമേഷനാണ് ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 60,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 59,000. ഇന്നത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷനല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് അതിവിടെ ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. ഏവർക്കും നന്ദി.